നഴ്സിംഗ് ഡയറക്ടറി പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നിരവധി കുട്ടികളെ ചോദിച്ച ഒരു കാര്യമാണ് LBSന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. LBSന്റെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ ജൂലൈ മാസം 2-ാം തീയതിയോടുകൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വെരിഫിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്ഷൻ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഏകദേശം ഒരു 3-4 ദിവസം നൽകുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വെരിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പേഴ്സണൽ ഡാറ്റാസ് എല്ലാം നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ജൂലൈ മാസം 20-ാം തീയതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾസ് പ്രകാരം ജൂലൈ മാസം 20-ാം തീയതിയോട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡേറ്റാസ് കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ +2 2026 കേരള സിലബസിൽ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കൊന്നും തന്നെ മാർക്ക് ലിസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടില്ല. അതും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡാറ്റാബേസിൽ നിന്നും ഫെച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈലിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് അത് ഒരിക്കൽ കൂടി കൗണ്ടർ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള സമയവും നൽകുന്നതാണ്. മിക്കവാറും വരുന്ന കുട്ടികൾ റീവാലുവേഷൻ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് റിസൾട്ടുകളൊക്കെ കൊടുക്കുന്ന കുട്ടികളുടെ റിസൾട്ടുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഏകദേശം ജൂലൈ മാസം 25-ാം തീയതി വരെ നമുക്ക് അതിന്റെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ കറക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം ആണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ ഇടുക. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും അത് ഫൈനൽ അല്ല, അതിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ ഓഗസ്റ്റ് മാസം 7-ാം തീയതി അപ്ലോഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ അതിന്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മെയിൻ റാങ്ക് ലിസ്റ്റുകൾ ഓഗസ്റ്റ് മാസം 14-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇവിടെ ഷെഡ്യൂളിൽ കാണിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 14-ാം തീയതി ഈ പറയുന്ന മെയിൻ റാങ്ക് ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് വിൻഡോസ് തുറന്നു തരിക. അതായത് ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സുകൾ അതിന്റെ ക്രമം അനുസരിച്ച് ഓർഡർ അനുസരിച്ച് നമ്മൾ നൽകണമെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഡേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 4-5 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ അതായത് കോളേജിന്റെ ഓപ്ഷൻസ് കൊടുക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ട ഒരു ഘട്ടമാണിത്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റുകൾ ഓഗസ്റ്റ് മാസം 19-ാം തീയതി വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏത് പൊസിഷനിൽ ഏത് റേഞ്ചിലുള്ള കോളേജുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളത്. വീണ്ടും ഓഗസ്റ്റ് 30-ാം തീയതി വരെ റീ അറേഞ്ച്മെന്റുകളും വീണ്ടും കൂടുതൽ കോളേജുകളൊക്കെ ആഡ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അലോട്ട്മെന്റ് പ്രോസസ്സുകളുടെ മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെപ്റ്റംബർ മാസം 1-ാം തീയതി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റുകൾ പബ്ലിഷ് ചെയ്യുമെന്നാണ് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൺഫർമേഷൻ നൽകുക, വീണ്ടും സെക്കൻഡ് അലോട്ട്മെന്റ്, അങ്ങനെ 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം 19-ാം തീയതി സെപ്റ്റംബർ 19-ാം തീയതി കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം നല്ല ഒരു ഡിലേയിൽ കൂടെയാണ് ഈ പറയുന്ന സിസ്റ്റംസ് കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വീണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കാലതാമസം ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഏകദേശം ഒക്ടോബർ മാസം കഴിഞ്ഞ് മാത്രമായിരിക്കും ഒരുപക്ഷെങ്കിൽ ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്റ്റംബർ 19-ാം തീയതി കൊണ്ട് മാത്രമാണ് കോളേജ് ജോയിനിങ് ഉണ്ടാവുക. വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകൾ കൂടെ മാത്രമാണ് ബാക്കി സീറ്റുകളൊക്കെ മിക്കവാറും ഫില്ല് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഒക്ടോബർ പകുതി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുവാനായിട്ട് സാധ്യത കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു വർഷം നല്ലൊരു ഡിലേ വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനുകളൊക്കെ ഒരുപക്ഷെ ഇതിന് മുന്നേ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സുകളിലേക്ക് നീങ്ങിയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഏറ്റവും അവസാനം അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കുള്ള നല്ല കോളേജുകളിലൊക്കെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫില്ലാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ച് നിങ്ങൾക്കൊരു അവലോകനം നടത്തി നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ അങ്ങ് ലാസ്റ്റ് വരെ നീണ്ടു പോവുകയും ബോർഡർ ലൈനിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെങ്കിൽ അവസാനം കോളേജുകൾ നല്ല കോളേജുകൾ കേരളത്തിന് പുറത്തേക്ക്
നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കേരളത്തിലെ കോളേജ് കിട്ടിയില്ല എന്നാൽ കർണാടകയിലോ അല്ലെ തമിഴ്നാട്ടിലുള്ള മികച്ച കോളേജുകളുടെ അഡ്മിഷൻസും ക്ലോസ് ആകുന്ന സാഹചര്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LBSന്റെ റാങ്ക് ലിസ്റ്റുകൾ വരുമ്പോൾ ഏകദേശം ഒരു അവലോകനങ്ങൾ നടത്തുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉള്ള പോസിബിലിറ്റി മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി.